ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ തന്നെ സൂചിപ്പിച്ചു പിന്നെ പിണറായി ഗവൺമെന്റിനെതിരെ പ്രതിപക്ഷ നേതാവ് ഇവിടെ ഈ ചർച്ചയിൽ പറയുകയാണ്, പിന്നെ പിണറായി വിജയനെതിരെ ഞങ്ങൾ അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ചു. ഞങ്ങൾ അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ചിട്ടാണോ പി ജയരാജൻ വ്യവസായ വകുപ്പ് മന്ത്രി സ്ഥാനം രാജിവെച്ചത്? കേൾക്കട്ടെ, ഒന്ന് പറഞ്ഞു തന്നെ. നിങ്ങൾ ക്ലീൻ ചിറ്റ് കൊടുത്ത് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടാവും. നിങ്ങളുടെ പാർട്ടിക്ക് സ്വാധീനമുള്ളതുകൊണ്ടും ഭൂരിപക്ഷമുള്ളതുകൊണ്ടും നിങ്ങൾ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കൂ, ഞാൻ സംസാരിക്കട്ടെ. നിങ്ങൾ മര്യാദ കാണിക്കൂ. നിങ്ങൾ എന്തെല്ലാം കടത്തി പറഞ്ഞു. ഞാൻ കടത്തി പറഞ്ഞപ്പോഴും ഞാനിവിടെ കേട്ടിരിക്കുകയല്ലായിരുന്നു. അത് എന്നെ ബാധിക്കുന്ന കാര്യമല്ലാതെ കൊണ്ടാണ് ഞാൻ കേട്ടിരുന്നത്. അപ്പം ഞാൻ സംസാരിക്കട്ടെ. അപ്പം ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പി ജയരാജൻ ബന്ധു നിയമനം നടത്തിയെന്ന് കൊണ്ടുവന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ ആ മന്ത്രി രാജിവെക്കേണ്ടി വന്നു. 1. 2, സ്ത്രീ വിഷയത്തിന്റെ പേരിൽ AK ശശീന്ദ്രൻ എന്ന് പറയുന്ന മന്ത്രി രാജിവെക്കേണ്ടി വന്നു. പ്രതിപക്ഷം ഏറ്റെടുത്ത വിഷയങ്ങളാണ് ഇതൊക്കെ. 3ാമതൊരു മന്ത്രി കയ്യേറ്റത്തിന്റെ പേരിൽ രാജിവെക്കേണ്ടി വന്നു. നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള പല നടപടികളും തീരുമാനങ്ങളും ആഴക്കടൽ മത്സ്യബന്ധനം അടക്കമുള്ള വിഷയങ്ങളിൽ പ്രതിപക്ഷം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിലെല്ലാം നിങ്ങൾക്ക് U-ടേൺ എടുക്കേണ്ടി വന്നു. തെരഞ്ഞെടുപ്പ് ജയിക്കുന്നതും തോക്കുന്നതും ഒക്കെ വേറെ കാര്യം. പക്ഷേ കേരളത്തിലെ പ്രതിപക്ഷം കൊണ്ടുവന്ന വിഷയങ്ങളിലൊക്കെ തന്നെയും പദ്ധതികളിൽ നിങ്ങൾക്ക് U-ടേൺ എടുക്കേണ്ടി വന്നു. മന്ത്രിമാർ രാജിവെക്കേണ്ടി വന്നു. നിങ്ങൾക്ക് സർക്കാർ ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട്, കരുത്തുള്ളത് കൊണ്ട് നിങ്ങൾ അവർക്കൊക്കെ ക്ലീൻ ചിറ്റ് നടത്തി നിങ്ങളുടെ പാർട്ടിയിലോ ഗവൺമെന്റിലോ ഒക്കെ വീണ്ടും സ്ഥാനങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. അത് ഞാൻ എതിർക്കുന്നില്ല. ഇപ്പോൾ ഈ ഗവൺമെന്റ് വന്നു. ഈ ഗവൺമെന്റ് വരുമ്പോൾ നിങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ടെന്നേ ഞങ്ങൾക്കറിയാം. CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടെന്ന്. ഇത് തന്നെയാണ് ഡൽഹിയിൽ നരേന്ദ്രമോദിയും പയറ്റുന്നത്. അവർക്കും ഒറ്റയ്ക്ക് ഭൂരിപക്ഷമുണ്ട്. ഒരു മുന്നണിയിൽ മറ്റൊരു പാർട്ടിയുടെ സഹായമില്ലാതെ ഈ ഗവൺമെന്റിനെ കൊണ്ടുപോകാമെന്നുള്ള ദാർഢ്യമാണ് കേന്ദ്രത്തിൽ നരേന്ദ്രമോദിക്കും കേരളത്തിൽ പിണറായി വിജയനും ഉള്ളത്. അപ്പൊ പിണറായി വിജയനെതിരെ പറയുന്ന ആരോപണം, ഒരു ഉദാഹരണം ഞാൻ ചോദിക്കട്ടെ. പ്രേംകുമാറിന് ഒരു ആക്ഷേപം ഈ ഗവൺമെന്റിനെതിരെ ഇപ്പൊ താങ്കൾ പറഞ്ഞല്ലോ, വ്യാജമായി പരാതി ഉന്നയിക്കുന്ന ആളുകൾക്കെതിരെ പോലീസ് ആക്ട് ചെയ്യുന്നില്ല. പോലീസ് ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ പിണറായി വിജയനോട് പോയി രാജിവെക്കാൻ പറ. മിസ്റ്റർ പ്രേംകുമാർ, പിണറായി വിജയനോട് പോയി രാജിവെക്കാൻ പറ പോലീസ് ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ. താങ്കൾ പറഞ്ഞതാണ് ഈ ചർച്ചയിൽ. ഞാൻ പോലും അങ്ങനെ പറഞ്ഞില്ല. ഗവൺമെന്റിനെതിരെ, ആഭ്യന്തര വകുപ്പിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ, മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെ നിരന്തരം ആരോപണം ഉയർന്നു വരുമ്പോൾ ഈ ആരോപണം ഉന്നയിച്ച നിങ്ങൾ പറയുന്ന നിങ്ങൾക്ക് ബന്ധമില്ലാത്ത സംഘിയുടെ ആളാണ് എന്ന് നിങ്ങൾ ചിത്രീകരിക്കുന്ന സ്വപ്ന സുരേഷ്, ആ സ്വപ്ന സുരേഷ് എന്തുകൊണ്ട് നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു? നിങ്ങൾക്ക് കേസെടുക്കാൻ പാടില്ലായിരുന്നു? നിങ്ങൾക്ക് എന്തെല്ലാം നിയമ നടപടിക്രമങ്ങൾ സ്വീകരിക്കാമായിരുന്നു? അവർക്ക് യോഗ്യതയില്ലെങ്കിൽ എങ്ങനെ സർക്കാരിന്റെ ഭാഗമായ ഏജൻസി വഴി അവർക്ക് ജോലി കിട്ടി? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അവരെങ്ങനെ കയറി ഇറങ്ങി? കോൺസുലേറ്റിൽ എങ്ങനെ ജോലി ചെയ്തു? മുഖ്യമന്ത്രിയുടെ വീട്ടിൽ എങ്ങനെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്ന പ്രതിനിധികളുമായി അത്താഴം കഴിച്ചു? അപ്പോഴൊന്നും മുഖ്യമന്ത്രിക്ക് അറിയാമല്ലേ? വിജിലൻസ് സംവിധാനം മുഴുവൻ പിണറായി വിജയന്റെ കയ്യിലല്ലായിരുന്നോ? അല്ലേ? അദ്ദേഹത്തിന് ഇതൊക്കെ അറിയാമായിരുന്നല്ലോ. അപ്പൊ അങ്ങനെ എല്ലാ ഏജൻസികളും തന്റെ കൈവെള്ളയിലിട്ട് അമ്മാനമാടുന്ന ഒരു പാർട്ടിയെ കൈവെള്ളയിലിട്ട് അമ്മാനമാടുന്ന ഒരു രാഷ്ട്രീയ നേതാവിന് പലതും ഈ രാജ്യത്ത് സാധിക്കുമെന്ന് മോഡിയും പിണറായി വിജയനും ഒരേ തൂവൽ പക്ഷികളെ പോലെ കാണിച്ചുകൊണ്ടിരിക്കുക. അതിനെതിരെയാണെന്നേ ഞങ്ങൾ സംസാരിക്കുന്നത്. നിങ്ങൾ അങ്ങനെ സംസാരിക്കുമ്പോൾ അനിൽ ബോസ് നോക്കൂ, അതിൽ തെളിവിന്റെ വസ്തുതയുടെ ഒരു കണികയെങ്കിലും വേണ്ടേ എന്നാണ് പ്രേംകുമാർ ചോദിക്കുന്നത്. സ്വാഭാവികമായും സംശയമുണ്ടാവും. ഇത് നിങ്ങളുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന വിഷയമല്ലേ അനിൽ ബോസ്? ഇങ്ങനെ രാവിലെ കെ സുരേന്ദ്രൻ ഒരു പത്രപ്രസ്താവന നടത്തുന്നു, പ്രതിപക്ഷ നേതാവ് അതിന് ഏറ്റെടുക്കുന്നു. ഇപ്പോൾ ഷോൺ ജോർജിന് പത്രപ്രസ്താവന നടത്തുന്നു, അത് പിന്നാലെ പ്രതിപക്ഷ നേതാവ് ഏറ്റെടുക്കുന്നു. ആ അവസ്ഥയിലേക്ക് നിങ്ങൾ മാറേണ്ടതുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ന്യൂസ് ചാനലുകളിൽ വ്യത്യസ്തങ്ങളായ ചാനലുകളുണ്ട്. ആദ്യം ചില ചാനലുകൾ ന്യൂസ് ബ്രേക്ക് ചെയ്യും, തൊട്ട് പുറകെ നിങ്ങളുടെ ചാനൽ ഏറ്റെടുത്താൽ അത് തെറ്റാണോ? വസ്തുതയില്ലാത്ത വിഷയം ഞങ്ങൾ ഏറ്റെടുക്കില്ല. വസ്തുതയില്ലാത്ത വിഷയങ്ങൾ ഞങ്ങൾ ഏറ്റെടുക്കില്ല. സ്വാഭാവികമായും ആരോപണങ്ങൾ അത് പൊതുജന മധ്യത്തിൽ എത്തിക്കുക എന്നുള്ളത് മാധ്യമധർമ്മമാണ്. പക്ഷെ അത് ആരോപണങ്ങളുടെ നിലയിൽ മാത്രമാണ്. ഷോൺ ജോർജിന്റെ വാർത്തയിൽ ഞങ്ങൾ ട്വീറ്റ് ചെയ്തത് ഷോൺ ജോർജിന്റെ ആരോപണം എന്ന പേരിൽ തന്നെയാണ്. ഷോൺ ജോർജ് പൊതുമധ്യത്തിൽ വന്ന് ഇങ്ങനൊരു വിഷയം ഹൈക്കോടതിയിൽ ഉപഹർജിയായി കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞത് ഒരു വാർത്തയാണ്. പക്ഷേ ആ വാർത്ത പരിശോധിച്ചു വരുമ്പോഴാണ് ആ ഉപഹർജിയിൽ പറഞ്ഞിരിക്കുന്ന കമ്പനിയും ഈ എക്സാലോജിക് സൊല്യൂഷൻ എന്ന കമ്പനിയും രണ്ടും രണ്ടാണെന്ന് ബോധ്യമാവുന്നത്. അത് പൊതുസമൂഹത്തോട് പറയുക എന്നതാണ് മാധ്യമധർമ്മം. അത് ഞങ്ങൾ പറയുന്നു. പക്ഷെ അത് മനസ്സിലാക്കാനുള്ള ധാർമ്മികമായിട്ടുള്ള ഒരു ബാധ്യത പ്രതിപക്ഷ നേതാവിനില്ലേ? ഷോൺ ജോർജിന്റെ പ്രതികരണം നിങ്ങൾ ഏറ്റെടുക്കുന്നത് എന്തിന്? വസ്തുതയില്ലെങ്കിൽ. എന്റെ ചോദ്യം, അരുൺ, ഞാൻ റിപ്പോർട്ടർ ചാനലിൽ ചർച്ച ചെയ്യാൻ തുടങ്ങിയത് ഇന്നും ഇന്നലെയോ ഒന്നും അല്ലല്ലോ. വേറെ പല ചാനലുകളും ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാ ചാനലുകളും ഒരു ആരോപണം ഉയർന്നു വരുമ്പോൾ ആ ആരോപണത്തിന്റെ നിജസ്ഥിതി അന്വേഷിച്ച് ഒരു കോടതിയുടെ അന്വേഷണ ഏജൻസികളുടെ വിധി പ്രസ്താവത്തിന് ശേഷമാണോ നിങ്ങൾ ചർച്ചയ്ക്ക് എടുക്കുന്നത്? അതല്ല, സ്വാഭാവികമായി നോക്കൂ, ഞങ്ങൾ ചർച്ച ചെയ്തതുപോലെയാണോ പ്രതിപക്ഷ നേതാവ് വസ്തുതയില്ലാത്തൊരു വിഷയം പൊതുജന മധ്യത്തിൽ മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് ആവശ്യപ്പെടുന്നത്? മുഖ്യമന്ത്രിക്കെതിരെ അവാസ്തവമായ കാര്യം ഒരു നേതാവ് പ്രചരിപ്പിച്ചാൽ അത് ഏറ്റെടുക്കുകയാണോ പ്രതിപക്ഷത്തിന്റെ ധർമ്മം? ഞാൻ ചോദിച്ചല്ലോ, താങ്കൾ അതിലേക്ക് എന്താ വരാഞ്ഞത്?
ഒരു പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച പ്രസ്താവന എന്താ? അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം ചെയ്ത ഏക സ്റ്റേറ്റ്മെന്റ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ആ മുഖ്യമന്ത്രിയുടെ മകൾക്ക് മറ്റൊരാളുമായി ചേർന്ന് വിദേശത്ത് അക്കൗണ്ട് ഉണ്ട് എന്നൊരു ആരോപണം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ആ റിപ്പോർട്ട് അതൊരു ആരോപണമായി BJP അനുഭാവിയായ ഒരു നേതാവ് പ്രകടിപ്പിക്കുമ്പോൾ അത് അന്വേഷിച്ചു വേണ്ടേ നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് ആ വിഷയത്തിൽ കൂട്ടുചേരാനും കക്ഷി ചേരാനും? ഞാൻ ചോദിക്കുന്നത് അതേ ചോദ്യം ആരോട് ചോദിക്കുന്നത്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ശല്യക്കാരിയായ വ്യവഹാരി എന്ന് വിശേഷിപ്പിച്ച ഒരാളുടെ പരാതി ഏറ്റെടുത്ത് കേരളം മുഴുവൻ ഓടി നടന്ന് പ്രസംഗിച്ച ആളുടെ പേരാണ് വിജയൻ. അത് മനസ്സിലായോ? കേരളം മുഴുവൻ നടന്ന് പ്രസംഗിച്ച ആളുടെ പേരാണ് വിജയൻ. അന്ന് അരുൺ എവിടെയായിരുന്നു? ആ ശല്യക്കാരിയായ വ്യവഹാരിയെ ശല്യപ്പെടുത്തിയ നേതാക്കളുടെ പേര് ഞാൻ പറയണോ അനിൽ ബോസ്? ആ ശല്യക്കാരിയായ വ്യവഹാരിയെ രാത്രി സമയത്ത് വിളിച്ച് ശല്യപ്പെടുത്തിയ നേതാക്കളുടെ പേര് ഞാൻ പറയണോ അനിൽ ബോസ്? അത് നിങ്ങൾ പറ, തെളിവുണ്ടോ? നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിൽ പൊതുജന മധ്യത്തിലുണ്ട് ആ തെളിവുകൾ, ആ കോൾ റെക്കോർഡ്സുകൾ പൊതുജന മധ്യത്തിലുണ്ട്, ആ കോൾ റെക്കോർഡ്സുകളെല്ലാം പൊതുജന മധ്യത്തിലുണ്ട്. ഈ ശല്യക്കാരിയെ വ്യവഹാരി തന്നെ പല ഘട്ടങ്ങളിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അന്വേഷണ ഏജൻസിക്ക് മുന്നിലുണ്ട്. ശിവരാജൻ കമ്മീഷന്റെ തെളിവായി മൊഴികളിലുണ്ട്. അല്ല, ഞാൻ നിങ്ങളുടെ ചാനലിന്റെ സഹപ്രവർത്തകരുടെ പേരുണ്ടല്ലോ അതിന്റെ അത്. എന്റെ ചാനലിലെ സഹപ്രവർത്തകന്റെ പേരില്ല. എന്റെ ചാനലിലെ സഹപ്രവർത്തകന്റെ പേരില്ല അനിൽ ബോസ്. അത് ആത്മധൈര്യത്തോടു കൂടി പറയാൻ പറ്റും, ചങ്കൂറ്റത്തോടു കൂടി. എന്റെയോ എന്റെ ചാനലിലെ സഹപ്രവർത്തകരുടെ പേര് അതിനകത്തില്ല. വളരെ കൃത്യമായി ഇത് കേൾക്കൂ. കേരളത്തിൽ ഈ വിവാദം ഉയർന്നു വന്നപ്പോൾ വളരെ സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥന്മാർ, രാഷ്ട്രീയ നേതാക്കൾ, ബഹുമുഖമായിട്ടുള്ള പാർട്ടി നേതാക്കൾ, മാധ്യമ പ്രവർത്തകർ, ബഹുമുഖമില്ല, ശ്രീ അനിൽ ബോസ്. അതിൽ ഒരു പാർട്ടിയിൽപ്പെട്ട നേതാക്കളുടെ പേരുകൾ മാത്രമാണ് ലിസ്റ്റിൽ കണ്ടത്. ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല, അതവിടെ നിൽക്കട്ടെ, അത് മറ്റൊരു വിഷയമാണ്. ആ വിഷയത്തിൽ എനിക്ക് വ്യത്യസ്തമായ അഭിപ്രായമാണുള്ളത്. അതൊരു സെക്സ് സ്കാൻഡൽ വിഷയമാണെങ്കിൽ അത് അങ്ങനെ ട്രീറ്റ് ചെയ്യണം, അതൊരു അഴിമതി വിഷയമാണെങ്കിൽ അങ്ങനെ ട്രീറ്റ് ചെയ്യണം, അതവിടെ നിൽക്കട്ടെ, അതിന്റെ വിഷയമല്ല. പക്ഷേ എനിക്ക് അറിയേണ്ടത്, അനിൽ ബോസിൽ നിന്ന് അറിയേണ്ട ഒരു ചോദ്യം, വസ്തുതകളില്ലാതെ സമൂഹത്തിൽ ഉണ്ടയില്ലാ വെടികൾ ഉണ്ടാകുമ്പോൾ ആ വെടികൾ ഏറ്റെടുത്ത് പ്രതിധ്വനിപ്പിക്കുകയല്ലോ പ്രതിപക്ഷത്തിന്റെ ധർമ്മം എന്താണ്?